ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആധുനിക രീതിയിൽ ഗൃഹനിർമ്മാണത്തിന് പേരുകേട്ട സ്ഥാപനം അർജുൻ അസോസിയേറ്റ്സ് ഇൻ അസോസിയേഷൻ വിത്ത് APN Teak Lifestyle ന്യൂ കാരക്കാമണ്ഡപം തിരുവനന്തപുരം. സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുടി ട്രിവാൻഡ്രം. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. നമസ്കാരം. അർജുൻ അസോസിയേറ്റ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന വാസ്തുഭവനം എന്ന ഈ വളരെ പ്രത്യേകത ഉള്ള ഈ പരിപാടിയുടെ 4ാമത്തെ എപ്പിസോഡിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ പരിപാടിയിൽ ആവേശകരമായി പങ്കെടുത്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഒരു അഭ്യർത്ഥനയുണ്ട്. അതായത് ഈ പരിപാടി നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കാൻ ശ്രീ അർജുൻ സാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാം. നമസ്കാരം സാർ. ഈ പരിപാടിയിൽ വാസ്തുശാസ്ത്രപരമായി പ്രേക്ഷകർക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതോടൊപ്പം തന്നെ ശ്രീ അർജുൻ സാർ എന്ന് പറയുന്നത് വളരെ നല്ലൊരു വാസ്തു വിദഗ്ധനും വാസ്തുശാസ്ത്രപരമായിട്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം വീടുകൾ നിർമ്മിച്ച് കൊടുക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ വാസ്തുശാസ്ത്രപരമായിട്ടും ചോദിക്കാം. അതുപോലെ നിങ്ങൾക്കിനി വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർ എങ്ങനെ വാസ്തുശാസ്ത്രപരമായി ഈ സമകാലിക യുഗത്തിൽ അതിനെ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്ത് ഏറ്റവും നല്ല ഗൃഹനിർമ്മാണം ചെയ്യാമെന്നുള്ള സംശയം കൂടി ഈ എപ്പിസോഡ് അദ്ദേഹത്തിന് ചോദിക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അർജുൻ അസോസിയേഷൻ്റെ വാസ്തുഭവനത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സാർ നമസ്കാരം. നമസ്കാരം സാർ. അപ്പോൾ നമ്മുടെ 4ാമത്തെ എപ്പിസോഡിലാണ്. അപ്പോൾ ധാരാളം പ്രേക്ഷകർ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ വിളിക്കുകയുണ്ടായി. അവരുടെ സംശയങ്ങളൊക്കെ നമ്മൾ മാക്സിമം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുള്ളത് നമുക്ക് വാസ്തുശാസ്ത്രത്തിൻ്റെ മെഷർമെൻറ്റുകളൊക്കെ നമ്മൾ സംസാരിച്ചത് വളരെ വിദഗ്ധമായിട്ട് തന്നെ സാർ അത് പല അമ്പലങ്ങളെയും അതുപോലെ തന്നെ പല ദിശകളിലുള്ള പല സംസ്ഥാനങ്ങളെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ചർച്ചയാണ്. അതിൻ്റെ കണക്കുകളൊക്കെ. അപ്പോൾ ഇനി വരും എപ്പിസോഡിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവും പറയുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇനി ഞാൻ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് സാറിന് ചോദിക്കാനുള്ളത്, ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ബേസ് ആയിട്ടുള്ള ചില ഗ്രന്ഥങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. അതേക്കുറിച്ചൊന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നു. പൊതുവായിട്ട് നമ്മൾക്ക് ഭാരതീയ സംസ്കാരം അനുസരിച്ചിട്ട് നമുക്ക് എല്ലാ ഈ ശാസ്ത്ര മേഖലയിലും അനുബന്ധിച്ചുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് വാസ്തുവിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വാസ്തുവിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥം അല്ലെങ്കിൽ ആ പുരാണം ആണ്. ഇപ്പോൾ ഇതിനകത്ത് പുരാണങ്ങളിലാണല്ലോ അതിന് പ്രതിപാദിക്കുന്നത്. അതിൽ സ്ഥാപത്യവേദം എന്നുള്ള ആ ഭാഗത്താണ് നമ്മൾ വാസ്തു നിർമ്മാണത്തെക്കുറിച്ചും വാസ്തുവിദ്യയെക്കുറിച്ചുമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് 5 ഭാഗങ്ങളായിട്ടാണ്, 5 ഗ്രന്ഥങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൽ ഒന്നാമത് മാനസാര ശില്പശാസ്ത്രം, മയമതം, ബൃഹത് സംഗതി, ഇങ്ങനെ 5 ഗ്രന്ഥങ്ങളിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്. 5 ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ഭാരതത്തിൽ തന്നെ ഇത് നമ്മൾ ദക്ഷിണേന്ത്യ എന്നും ഉത്തരേന്ത്യ എന്നും മധ്യ ഇന്ത്യ എന്നും പൂർവേന്ത്യ എന്നും വടക്കേ അങ്ങനെ 5 ഭാഗങ്ങളായിട്ടാണ് ഈ ശാസ്ത്ര വിഭാഗത്തെ ഗ്രന്ഥങ്ങൾ തന്നെ വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ നമ്മുടെ കേരളം അടക്കം വരുന്ന ദക്ഷിണേന്ത്യ എന്നുള്ള ആ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഉത്തരേന്ത്യയിൽ പറഞ്ഞിരിക്കുന്ന വാസ്തു വിധികളല്ല നമുക്ക് ദക്ഷിണേന്ത്യയിൽ വരുമ്പോൾ കുറച്ച് വ്യത്യാസം. എങ്കിലും ഇതിൻ്റെ പ്രധാനമായിട്ട് ഇതിൻ്റെ അടിസ്ഥാന തത്വവും ഗ്രന്ഥങ്ങളും ഒക്കെ അവലംബിച്ചിരിക്കുന്ന തത്വങ്ങളൊക്കെ ഒന്ന് തന്നെയാണെങ്കിലും ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 പ്രധാന ഗ്രന്ഥങ്ങളാണ് ഇതിനകത്ത്. ഒന്ന് മയമതവും ഒന്ന് മാനസാര ശില്പശാസ്ത്രവും. മയമതവും മാനസാര ശില്പശാസ്ത്രവും. ഈ മയമതം എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ള, നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുത്തി ആ നിർമ്മാണത്തെ പറ്റി കൂടുതൽ പ്രതിപാദിക്കുന്ന മയമതത്തിൽ. മാനസാര ശില്പശാസ്ത്രത്തിൽ കൂടുതലായിട്ടും ഉത്തരേന്ത്യൻ നിർമ്മാണത്തെ പറ്റിയും ക്ഷേത്ര നിർമ്മാണത്തെ പറ്റിയാണ് അതിൽ വളരെ വിശദമായിട്ട് പറയുന്നത്. ശരി സാർ. നമുക്കൊരു ഒരു കോളർ ഉണ്ട്, അതിനുശേഷം നമുക്ക് ഇതിലൂടെ തിരിച്ചു വരാൻ തോന്നുന്നു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. മാഡം പേരെന്താണ്? പ്രേമകുമാരി. ആദ്യമായിട്ടാണോ ഈ പരിപാടി കാണുന്നത്? അല്ല, കണ്ടിട്ടുണ്ടോ ഇതിനു മുന്നുള്ള എപ്പിസോഡുകൾ? കണ്ടിട്ടുണ്ട്. കഴിയുമ്പോഴേ കണ്ടതേ
ഇന്നാണിപ്പോ വെച്ചപ്പോ കണ്ടത്. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ചോദിച്ചോളൂ, എന്താണ് സംശയം? ആ അത് ഞങ്ങളുടെ ഭർത്താവിന്റെ വീട്ടില് പിന്നെ കിണറിന്റെ സ്ഥാനം തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പൊ അവിടെ 3 ആൺകുട്ടികളാണ്. അപ്പൊ 3 ആണുങ്ങളുടെ ഇടയിൽ ഒരാള് മരിച്ചു. പിന്നെ ബാക്കി 2 ആൺമക്കൾക്കും കുട്ടികളില്ല. മൂത്ത മകൻ 24 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, 25 വർഷം, അവർക്ക് കുട്ടികളില്ല. അപ്പൊ 2ാമത്തെ മകൻ മരിച്ചു. 3ാമത്തെ മകനും 16 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല. അപ്പൊ എന്താ ദോഷം എന്താണെന്ന് അറിയുന്നത്? വീടിന്റെ സ്ഥാനമൊക്കെ നല്ലതാണ്. കിണർ മാത്രം വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണർ സ്ഥാനം. അപ്പൊ അത് മുമ്പിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് അത് ബാക്കിലേക്ക് ആക്കിയതാണ്. അതുകൊണ്ടാണ് ദോഷം. അവിടെ എപ്പോഴും പ്രശ്നങ്ങളാണ്. പെങ്ങളുടെ ഭർത്താവ് മരിച്ചു അവിടെ ഇരുന്ന് തന്നെ. അച്ഛൻ ഒരു ഭാഗം തളർന്നു. എന്നും പ്രശ്നങ്ങള്, വഴക്ക് എല്ലാം ഉണ്ട്. പണമൊന്നും ഉണ്ടാവില്ല. സമ്പാദിക്കുന്ന മുഴുവൻ പോവാണ്. എന്താണ് അങ്ങനെ വരുന്നത്? അതെ, ഇതിലിപ്പോ ഞാൻ എൻ്റെ ഒരു ഇത് ഞാൻ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. നമ്മുടെ നിലവിലെ വീട് എത്ര സെന്റിലാണ് പണിതിരിക്കുന്നത്? വീട് എത്ര സെന്റാണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടുത്തെ മരുമകളാണ്. ശരി. എന്നാലും ഒരു കുറച്ച് കൂടുതൽ ഏരിയ ഉണ്ടോ? ഒരു 10 സെന്റിന് മുകളിലോട്ടുണ്ടോ? 5 സെന്റിന് ഉണ്ടാവുമായിരിക്കും. 18 സെന്റാണ്. ഇപ്പൊ കിണർ എവിടെയാണ് കിണർ ഇപ്പോ എടുത്തിരിക്കുന്നത്? തെക്ക് പടിഞ്ഞാറ് ഭാഗം. വടക്ക് നോക്കിയിട്ടാണ് വീട്. വടക്ക് നോക്കിയിട്ടാണ് വീട്. ശരിക്കും ഇതില് ഞാൻ എൻ്റെ ഒരു ഇത് പറയാം. ഈ നമ്മുടെ ശാസ്ത്രവിധി പ്രകാരം കിണറിനൊക്കെ സ്ഥാനങ്ങൾ പറയുന്നുണ്ട്. അത് പറയുന്നത് നമുക്ക് വടക്ക് പടിഞ്ഞാറേ ഭാഗം എന്ന് പറഞ്ഞാൽ അത് രാശിയായിട്ടൊക്കെയാണ് അത് പിന്നെ വിഭജിച്ചിട്ട് അത് പറയുന്നത്. അപ്പോൾ അതിൽ മീനം, മേടം, ഇടവം, കുംഭം ഈ രാശികൾ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ഥാനം പറയുന്നത് വീടിൻ്റെ വടക്ക് ഭാഗം, വടക്ക് നിന്ന് കിഴക്കോട്ടും അതോടൊപ്പം തന്നെ കിഴക്ക് നിന്ന് തെക്കോട്ടുമുള്ള ഒരു പകുതിയോളം ഭാഗത്ത് നമുക്ക് കിണർ വന്നാൽ സ്ഥാനദോഷം ഇല്ല എന്നാണ് ശാസ്ത്രവിധി. പക്ഷേ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യം ഒരു കിണർ കൊണ്ട് ഉണ്ടാവാവുന്ന ദോഷങ്ങളല്ല, അത് വേറെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കും. ഒരിക്കലും ഒരു കിണർ എടുത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു അച്ഛൻ റിട്ടയറായി വന്നിട്ട് വാങ്ങിയ സ്ഥലമാണ്. അവര് വെക്കാതെ ബ്രാഹ്മണരെ വാങ്ങിയ സ്ഥലമാണ്. അതെ, നമുക്കിതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. വീടുമായിട്ട് ബന്ധപ്പെട്ടതും എല്ലാം നമ്മൾ സംസാരിക്കുന്നതൊക്കെ തന്നെ നമുക്ക് ദൈവികമായൊരു വിശ്വാസം ഓരോർക്കുണ്ടാവും. പക്ഷെ കിണറിൻ്റെ ഒരു സ്ഥാനം കൊണ്ട് നമുക്ക് ഇത്രയും ആപത്തുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതിന് മറ്റെന്തെങ്കിലും കാരണങ്ങളായിരിക്കാനാണ് സാധ്യത. ശരി ശരി. അതിന് ഞാൻ പറഞ്ഞല്ലോ, കിണറിന്റെ ദോഷം കൊണ്ടാണ് എന്ന് നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. അത് ഇത്രയും വലിയൊരു അങ്ങനെ ഒരു ദോഷം അതിനകത്ത് കടന്നു വരാം. സ്ത്രീകൾക്ക് അവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സ്ത്രീകൾക്ക് ശരീരം മുഴുവൻ വേദന, എന്നും ഗർഭപാത്രത്തിൽ പ്രശ്നങ്ങള്, ഇതുവരെ അതിന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം. അപ്പോ അതിന് ചിലപ്പോ ആ പറമ്പിന്റെ എന്തെങ്കിലും ദോഷങ്ങളാവാം, വീടിന്റെ പിന്നെ സ്ഥാനദോഷങ്ങളാവാം, വീടിന്റെ കണക്കിന് കുഴപ്പം. കിണർ മാത്രം ആയിരിക്കില്ല, അതിലകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. വാസ്തുവിധി എന്ന് പറയുമ്പോ ഒരു ഭവനത്തിന്. ഞാൻ തിരുവനന്തപുരത്താണ് പട്ടം. നിങ്ങളത് ഒരു കാര്യം ചെയ്യല്ലോ, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട്. അതെ, അല്ല ഈ ഇതില് ടിവിയിൽ വരുന്നത് മുഴുവൻ ആ ഭാഗത്തുള്ളവരെന്നെ വരാറുള്ളൂ. എന്തെങ്കിലും അതെ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എന്നെ സൗകര്യമായിട്ട് വിളിച്ചാൽ മതി. ഞാനത് വിശദമായിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം. നമുക്ക് ഈ പ്രോഗ്രാമിൽ അധികം വിശദീകരിക്കാൻ പറ്റുന്ന സമയക്കുറവാണ്. ശരി എന്നാ, ഓക്കെ. മാഡം വിളിച്ചതിന് നന്ദി. ഇപ്പം നമുക്ക് സ്ക്രീനിൽ അർജുൻ സാറിൻ്റെ നമ്പർ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. അതും അല്ലെങ്കിൽ തന്നെ ഈ പ്രോഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ കാണുമെന്ന് എഴുതിയെടുക്കുക. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഫ്രീ ആകുമ്പോൾ വിളിച്ചോളൂ, സാറ് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, വിളിച്ചതിന് നന്ദി. വീണ്ടും ഇതിൽ ACV നമ്മുടെ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ അവരോട് ചോദിക്കുക. സാർ, അപ്പോൾ നമ്മൾ വന്നതിലൂടെ തിരിച്ചു വരേണ്ടിയിരിക്കും. അതെ അതെ, നമ്മൾ പറഞ്ഞ ഗ്രന്ഥങ്ങളെ പറ്റിയാണ്, വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഈ മാനസാര ശില്പശാസ്ത്രവും മയമതവും ആണ് നമ്മൾ ശരിക്കും പറഞ്ഞ വാസ്തുവിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം മാനസാര ശില്പശാസ്ത്രം കൂടുതലായിട്ടും ഉത്തര ഇന്ത്യയിലാണ് അതിൻ്റെ പ്രചാരമുള്ളത്. അതിനെ അനുബന്ധിച്ചുള്ള നിർമ്മാണങ്ങളും ഗൃഹനിർമ്മാണങ്ങളായാലും ക്ഷേത്ര നിർമ്മാണമായാലും ഈ മാനസാര ശില്പശാസ്ത്രത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ ദക്ഷിണേന്ത്യയിൽ കൂടുതലായിട്ടും മയമതം ആണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഇതിൽ മാനസാര ശില്പശാസ്ത്രത്തിൽ ഒരു 5400ഓളം ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ഈ ശ്ലോകങ്ങളെ എല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പിന്നെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം വന്നിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിന് 4
ശതകത്തിന് മുമ്പാണ് ഈ ശാസ്ത്ര ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. അത് ശരി. അപ്പോൾ അത് നമ്മൾ അതിന്റെ പഴക്കം നോക്കിക്കോണം. അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. ശരി. അപ്പോൾ അന്നത്തെ ജനജീവിതം. ഒരു കോളർ ഉണ്ട് സാർ, നമുക്ക് ഈ കോൾ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തു ഭവനം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. സാർ എവിടുന്നാണ് വിളിക്കുന്നത്? ഹലോ, പേര് പറഞ്ഞു. അല്ല, പേര് പറയൂ. ദീപു. എവിടുന്നാണ് മിസ്റ്റർ ദീപു വിളിക്കുന്നത്? കൊല്ലം മൈലക്കാട്. നമ്മുടെ ഈ പരിപാടിയിൽ ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? കാണാറുണ്ടോ? ശരി ശരി, ചോദിച്ചോളൂ. സാറുണ്ട്, എന്താണ് സംശയം? എന്താണ് അറിയേണ്ടത്? പറഞ്ഞു, ചോദിച്ചോളൂ. നമസ്കാരം. വീട്ടിലെ ദോഷങ്ങളും കാര്യങ്ങളുമാണ് മെയിനായിട്ട് അറിയുന്നുള്ളത്. അത് തന്നെ, എന്താണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്റെ നാളിന്റെ ഇത് വെച്ചാണ് നോക്കുന്നത് ഞാൻ ചോദിച്ചത്. അത് തന്നെ, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ട, എന്താണ് സംശയം? എന്താണ്? അല്ല മിസ്റ്റർ ദീപു, ഹലോ. ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണോ സാറേ? ബിസിനസ് ഒക്കെ കടയും കാര്യങ്ങളും ഇന്നിപ്പോ എന്റെ നാളെ കൃഷിയാക്കാം. ഞാനേ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ഞാനൊരു ജ്യോതിഷനല്ല, ഞാൻ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് നല്ല രീതിയിലുള്ള വീടുകളൊക്കെ പണിതു കൊടുക്കുന്ന ഒരു എഞ്ചിനീയറും കൂടെയാണ്. അപ്പോൾ എനിക്ക് ജ്യോതിഷമായിട്ടുള്ള ഇതിനെ നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. അത് അത്തരം ആളുകളെ കണ്ടാലേ അതിന് വ്യക്തത നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. വാസ്തു സംബന്ധിച്ച് നിങ്ങൾ താമസിക്കുന്ന വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് അതിനകത്ത് മറുപടി പറയാൻ പറ്റും. ഓക്കെ മിസ്റ്റർ ദീപു, താങ്കൾ ഈ നക്ഷത്രം കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞ് ജ്യോതിശാസ്ത്രപരമായിട്ട് തോന്നുന്നു, പക്ഷേ അദ്ദേഹം ഒരു വിദഗ്ധനായ വാസ്തു ശില്പിയാണ്. ഓക്കെ, വിളിച്ചതിന് നന്ദി, താങ്ക് യു സാർ. നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ അതിൽ നിന്ന് നമുക്കപ്പോൾ അതിൻ്റെ പഴക്കമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ക്രിസ്തുവിന് 4 ശതകത്തിന് മുമ്പുള്ള ശാസ്ത്ര ഗ്രന്ഥത്തിൽ നിന്ന് വന്നതാണ്. അത്രയും പഴക്കമുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇതിൽ മയമതത്തിൻ്റെ സ്വാധീനമാണ് ഏറ്റവും കൂടുതൽ. മയമതം. അപ്പം മയമതത്തിൽ നിന്നുള്ള സ്വാധീനവും മാനസാര ശില്പശാസ്ത്രത്തിൻ്റെ ശില്പിരത്നം, പിന്നെ അങ്ങനെയുള്ള ഈ എല്ലാ ഗ്രന്ഥത്തിൻ്റെയും കൂടെ ഒരു ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ശാസ്ത്രമാണ് നമ്മൾ കേരളത്തിൽ. അതിൽ പ്രധാനമായിട്ട് നമുക്ക് മനുഷ്യാല ചന്ദ്രിക എന്നുള്ളൊരു ഗ്രന്ഥമാണ് കേരളത്തിൽ കൂടുതലായിട്ട് ഗൃഹനിർമ്മാണത്തിൽ മനുഷ്യാല ചന്ദ്രിക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്ഷേത്ര നിർമ്മാണത്തിനാണെങ്കിൽ തന്ത്രസമുച്ചയം. അപ്പോൾ ഈ മനുഷ്യാല ചന്ദ്രികയും തന്ത്രസമുച്ചയം ഈ ചേനാസ് നാരായണൻ നമ്പൂരിപ്പാടാണ് തന്ത്രസമുച്ചയം രചിച്ചിട്ടുള്ളത്. അതേസമയം നീലകണ്ഠൻ മൂസതാണ് മനുഷ്യാല ചന്ദ്രിക ഉള്ളത്. ഈ മനുഷ്യാല ചന്ദ്രികയിൽ 244 ശ്ലോകം അടങ്ങിയ ഒരു ഗ്രന്ഥമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അന്നും ഇന്നും വാസ്തുവിധി പ്രകാരം ഗൃഹനിർമ്മാണത്തിന് നമ്മൾ അവലംബിക്കുന്ന അടിസ്ഥാന ശ്ലോകങ്ങൾ. അപ്പൊ അതിന്റെ അടിസ്ഥാന തത്വം കോളർ ഉണ്ട്. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. വെൽക്കം ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തു ഭവന പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞു. എന്താണ് ചോദിച്ചോളൂ. ഞാനൊരു വർക്കലെന്ന് വിളിക്കുകയാണ്. ചോദിച്ചോളൂ. ഞാനിപ്പോ 1.5 വർഷമായി വീട് വെച്ചിട്ട്. വീട്ടിന്റെ ഫ്രണ്ട് പടിഞ്ഞാറും ബാക്ക് കിഴക്കുമാണ്. അപ്പോഴതേ പിന്നെ ടോയ്ലറ്റിന് ഹാളിന്ന് ഫ്രണ്ടിന്ന് കേറുന്ന വാക്കിനാണ് ഹാളിലോട്ട് വെച്ചിരിക്കുന്നത്. നേരെ എതിർവശത്ത് ഹാളിന്ന് കേറിയാൽ ഇത് കാണാം. ടോയ്ലറ്റ് പണിതിരിക്കുന്നത്. പണിത് തീർത്തിട്ടില്ല, അതങ്ങനെ ചെയ്തൂടെന്ന് പറഞ്ഞതുകൊണ്ട് ആ കണക്കിട്ടിരിക്കുകയാണ്. അത് എന്താ അങ്ങനെ ചെയ്യാ? അതിൽ ടോയ്ലറ്റ് പണിതെടുക്കാമോ? അതിൽ നമുക്ക് ഇതിനകത്ത് ശാസ്ത്രത്തിന്റെ ഒരു ഭാഗം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വീട് പണിയുമ്പോൾ നമുക്ക് 4 ദിക്കിലേക്കും നമുക്ക് ദർശനം കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ അതിന്റെ ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കിഴക്കോട്ടാണ് വീടിന്റെ മുഖമെന്നല്ലി പറഞ്ഞത്. മേഡം കേൾക്കാമോ? ഹലോ, പടിഞ്ഞാറോട്ടാണെങ്കിൽ നമ്മൾ പടിഞ്ഞാറോട്ടല്ലേ നമ്മളെ വീടിന്റെ മുഖം വന്നിരിക്കുന്നത്? ഹലോ മാഡം, കേൾക്കാമോ? വീട്ടിന്റെ ദർശനം പടിഞ്ഞാറോട്ടാണ്. അപ്പൊ പടിഞ്ഞാറാകുമ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ പടിഞ്ഞാറാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലേക്ക് കയറുന്ന മെയിൻ ഡോർ, പ്രധാന വാതില് നമ്മൾ ഒരു പൊസിഷനിൽ, ഏതെങ്കിലും ഒരു പൊസിഷനിൽ, അത് അതിനകത്ത് വീട്ടിൻ്റെ മദ്യം നോക്കി വയ്ക്കാം, അല്ലാതെ സ്ഥാനം മാറ്റിയൊക്കെ വെച്ചാലോ റൂമിൻ്റെയൊക്കെ വെച്ചാലോ അതൊന്നും വലിയ പ്രശ്നമല്ല. ഈ പ്രധാന വാതിലിൻ്റെ മദ്യവും നമ്മളെ ടോയ്ലറ്റും ഒരുമിച്ച് വരാൻ പാടില്ല, ഒന്ന്. രണ്ടാമത് വീടിൻ്റെ മധ്യസൂത്രവും ടോയ്ലറ്റും ബൈസെക്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെ വരണമെങ്കിൽ അത് ഒഴിവാക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
അതായിരിക്കാം ഈ പറഞ്ഞ സംശയം ചോദിക്കാൻ കാരണം. മനസ്സിലായി? ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം. നമുക്കൊരു വീടിൻ്റെ മുഖം ഏതാണ്ട് എടുത്തോ, അതിൽ മെയിൻ ഡോർ വെക്കുന്ന അതിൻ്റെ കറക്റ്റ് സെൻട്രായിട്ട് ടോയ്ലറ്റ് വരാൻ പാടില്ല. അതോടൊപ്പം തന്നെ വീടിൻ്റെ മദ്യം, നമ്മൾ മദ്യം പരിഗണിക്കുക. അപ്പോൾ ഡോറ് മാറി വെച്ചിട്ട് വീട്ടിൻ്റെ മദ്യം ഒഴിച്ച് ജനലോ മറ്റ് എന്തെങ്കിലും ഓപ്പണിങ് ഇട്ട് പോകുമ്പോൾ അതിൽ കൂടിയും ടോയ്ലറ്റ് പാസ് ആ മദ്യത്തു കൂടി ടോയ്ലറ്റ് പാസ് ചെയ്ത് പോകുന്നത് അത്ര ഉചിതമല്ല. മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? ഹലോ, മധ്യഭാഗത്തല്ല ടോയ്ലറ്റ് വരുന്നത്, വശത്തോട്ട് ചേർന്നാണ്, ഹാളിലും വശത്തോട്ട് ചേർന്നാണ്. അത് പിന്നെ അതൊരു വലിയ പ്രശ്നമായിട്ട് എടുക്കേണ്ട കാര്യമല്ല. ഞാൻ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ മാത്രം അതിനകത്തൊരു പ്രാധാന്യം കൊടുത്താൽ മതി. മറ്റതൊക്കെ നമ്മൾ സൗകര്യങ്ങൾ നോക്കി ഇതൊക്കെ ചെയ്താലല്ലേ വീട്ടിനകത്ത് നമുക്ക് താമസിക്കാൻ പറ്റൂ. ഈ പഴയ വാസ്തുശാസ്ത്രം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ യേശുക്രിസ്തുവിൻ്റെ 4 ദശകത്തിന് മുമ്പ് എഴുതിയ ശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് നമ്മളെ കയ്യിലിരിക്കുന്നത്. അതാണ് നമ്മളെല്ലാവരും ഇന്ന് പാടിക്കൊണ്ട് നടക്കുന്ന. കുറേ ശ്ലോകവും പറയും, അതിൽ പറഞ്ഞിരിക്കണേ പറയും. നമുക്ക് അന്ന് വീട്ടിനകത്ത് ടോയ്ലറ്റ് ഇല്ല, ഒരു ഗ്രന്ഥങ്ങളിലും വീട്ടിനകത്ത് ബാത്റൂം ഇല്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമുക്ക് പ്രായോഗികമായിട്ട് ചിന്തിക്കണം. ഒരു പരിമിതമായ സ്ഥലത്ത് വീട്ടിനകത്ത് ബാത്റൂം വേണം. പിന്നെ ഈ ശാസ്ത്രം പറയുമ്പോൾ നമുക്കിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശരിയാ. അപ്പോൾ അത് വലിയ ദോഷമായിട്ട് കാണേണ്ടതില്ല. ഓക്കെ മാഡം, വിളിച്ചതിന് നന്ദി. വീണ്ടും എല്ലാ വ്യാഴാഴ്ചയും പരിപാടികൾ കാണുക, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. സാർ, നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. പ്ലീസ് സ്റ്റേ വിത്ത് us. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം തിരുവനന്തപുരം നഗരിയിൽ വാസ്തുശാസ്ത്ര വിധി പ്രകാരം പണി കഴിപ്പിച്ചിട്ടുള്ള 1700-നും 2500 സ്ക്വയർ ഫീറ്റിനും മധ്യേയുള്ള വീടുകൾ ഉടൻ വിൽപ്പനയ്ക്ക് തിരുവനന്തപുരം ഇൻഫോസിസിന് സമീപവും പോത്തൻകോടും. ഉടൻ വിളിക്കുക അർജുൻ വാസ്തു ബിൽഡേഴ്സ്. ഫോൺ 8281550000 9037556787. 25-ലധികം വർഷത്തെ സേവന പാരമ്പര്യമുള്ള സരസ്വതി എന്റർപ്രൈസസിൽ സെറ സ്റ്റൈൽ ഗാലറി. Sarah reflects your style. Voted Product of the Year, Sarah. സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, ട്രിവാൻഡ്രം. ചരിത്രമുറങ്ങുന്ന അനന്തപുരിയുടെ പരിശുദ്ധ മണ്ണിൽ APN ടീക്ക് ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്കായി. നിലമ്പൂർ തേക്കിന് വെല്ലുന്ന കരുത്തും ഞങ്ങളുടെ കരവിരുതും ഇനി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളിലും ഓഫീസുകളിലും. 10 വർഷം വാറന്റിയുള്ള ജർമ്മൻ പോളിഷിനാൽ ഫിനിഷ് ചെയ്ത A+ ഗ്രേഡ് ടീക്ക് വുഡുകൾക്ക് ലൈഫ് ടൈം വാറന്റി. APN ടീക്ക് ലൈഫ് സ്റ്റൈലിൽ അനന്തപുരിയിൽ ടീക്ക് ഫർണിച്ചറുകൾക്ക് മാത്രമായി ഒരേയൊരു ലൈഫ് സ്റ്റൈൽ ഷോറൂം, APN ടീക്ക് ലൈഫ് സ്റ്റൈൽ ഷോറൂം. APN ടീക്ക് ലൈഫ് സ്റ്റൈൽ, ന്യൂ കാരക്കാമണ്ഡപം, തിരുവനന്തപുരം. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. വെൽക്കം ബാക്ക് ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. ഇതിനു മുന്നേ നമുക്ക് ധാരാളം കോളുകൾ വന്നിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, വാസ്തുശാസ്ത്രപരമായി നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുന്നതോടൊപ്പം തന്നെ പുതിയതായി ഗൃഹങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മാന്യ പ്രേക്ഷകർ അത് എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഭൂമി നിങ്ങൾക്ക് എങ്ങനെ വാങ്ങാം, വാങ്ങിയ ഭൂമിയിൽ എങ്ങനെ എങ്ങനെ പ്ലാൻ ചെയ്യാം, അത് അങ്ങനത്തെ സംശയങ്ങളും പറയുവാൻ ഏറ്റവും വിദഗ്ധനായ ഒരു വാസ്തു ഡിസൈൻഡ് വീടുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു എഞ്ചിനീയറാണ് നമുക്കിന്നിവിടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ശ്രീ അർജുൻ സാർ. ഓക്കെ സാർ, നമുക്കൊരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ. ഓക്കെ, കട്ടായി സാർ. അപ്പോൾ നമ്മൾ ഈ പിന്നെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, അപ്പൊ ഇതിൽ നിന്ന് ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് എല്ലാം കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ പ്രധാനമായിട്ടും ഗൃഹനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മനുഷ്യാല ചന്ദ്രിക എന്നുള്ള ഗ്രന്ഥത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഇത് തന്നെ ഒരു 10-25ഓളം വിവർത്തനങ്ങളുണ്ട് മനുഷ്യാല ചന്ദ്രിക പലരായിട്ട് എഴുതിയിട്ടുള്ളത്. പിന്നെ അതുതന്നെ വാസ്തു കൗമുദി, ശില്പിരത്നം, പിന്നെ വാസ്തു കൗമുദി, അതുപോലെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലെല്ലാം ഒരു പ്രധാന തത്വം എന്നത് ഈ വാസ്തുവിദ്യയുടെ കാതലായിട്ടുള്ള ഈ ശ്ലോകങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം നേരത്തെ ചോദിച്ചതുപോലെ ഈ ശാസ്ത്ര ഗ്രന്ഥം എഴുതിയ കാലഘട്ടത്തിലും ഇന്നത്തെ ഇന്നത്തെ പീരീഡും തമ്മിൽ നമ്മൾ ഇത് വിലയിരുത്തണം, പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കണം. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വീട്ടിനകത്ത് ടോയ്ലറ്റ് ചിലപ്പോൾ അന്ന് നടക്കുമായിരിക്കും. അന്ന് അതിനകത്ത് ടോയ്ലറ്റിന്റെ പരാമർശം ഇല്ല. വീടിനകത്ത് നാലുകെട്ടിനായാലും തറവാടിനായാലും പണ്ടത്തെ വീടുകളൊന്നും അകത്ത് ടോയ്ലറ്റ് ഉണ്ട്, പഴയ വലിയ കൊട്ടാരങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ അതിനും വളരെ പരിമിതമായ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് കൃഷ്ണവര പാലസ് നമ്മൾ പോയി നോക്കി, അതിന്റെ 2ാമത്തെ നിലയിൽ ടോയ്ലറ്റ് കരിങ്കല്ലിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ അതല്ലല്ലോ, നമുക്കൊരു 5 സെന്റിനകത്ത് 2 ബെഡ്റൂമിന് 3 കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയുമായിട്ടുള്ളവർക്ക് അവർക്ക് ടോയ്ലറ്റിന് നമ്മൾ ഇതൊക്കെ സ്ഥാനങ്ങളും നോക്കി പറ്റില്ല. അപ്പൊ അതിന് നമുക്ക് ചില സ്ഥാനങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വീട്ടിന്റെ മദ്യം
മർമ്മദോഷം വരുന്ന സ്ഥലങ്ങളിൽ വരാൻ പാടില്ല. കോർണറിൽ നമുക്ക് വടക്ക് കിഴക്കേ ഭാഗത്തും തെക്ക് പടിഞ്ഞാറേ ഭാഗത്തും ടോയ്ലറ്റ് പാടില്ല എന്ന്. അത് നമ്മൾ അനുഭവം കൊണ്ടും അതിനകത്ത് കുറേ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ എനർജിയിൽ നമ്മുടെ ഊർജ്ജം, അപ്പോൾ എപ്പോഴും വീട് നമുക്കൊരു ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു വീട് തീർച്ചയായിട്ടും വീട്ടിനകത്ത് നമുക്കൊരു അതിനനുസരിച്ചിട്ടുള്ള ഊർജ്ജം ഉണ്ടാവണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി. അങ്ങനെയല്ലല്ലോ, എനർജി രണ്ടും കൂടെ ചേർന്നില്ലേ ആണ് പോസിറ്റീവ് നെഗറ്റീവ് കൂടെ. അപ്പം നമ്മളതിനകത്ത് നോക്കേണ്ടത് നമുക്ക് ഉന്മേഷകരമായിട്ടുള്ള ഒരു ഊർജ്ജം കിട്ടുന്ന തരത്തിൽ ഒരു വീട് ഡിസൈൻ ചെയ്യാം. ആ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് അത് തിരിച്ച് ആ ഊർജ്ജം നഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു പ്രവർത്തനം നിർമ്മാണം ഉണ്ടാവാതിരിക്കുക. അതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം തങ്ങി നിൽക്കുന്ന ഒരു ഭാഗമാണ് വടക്ക് കിഴക്കേ ഭാഗം. നമുക്ക് കോളർ ഉണ്ട്. ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു അർജുന അസോസിയേറ്റ്സ് വാസ്തു ഭവൻ എന്ന പരിപാടിക്ക് സ്വാഗതം. മാഡം ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നത്? ഹലോ, ആദ്യമായിട്ട് കാണുന്നത്. ഓക്കെ, ചോദിച്ചോളൂ. എനിക്ക് എന്റെ വീട് പടിഞ്ഞാറോട്ട് നോക്കിയാണ്, മുഖം പടിഞ്ഞാറോട്ട്, കിഴക്ക് വശം ബാക്ക് വശം വരും. ആയിക്കോട്ടെ, പറഞ്ഞു. അപ്പോഴേ നമ്മളെ ടോയ്ലറ്റിന്റെ ടാങ്ക് ഇരിക്കുന്നത് തെക്ക് കിഴക്കായിട്ടായിരിക്കുന്നത്. തെക്ക് കിഴക്ക്, ഓക്കെ. അത് എന്തെങ്കിലും ദോഷം വീട്ടിലാണ് നമുക്ക് ഭയങ്കര വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും. ഇത് ഞാൻ ഈ നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയത് മുതൽ പല പ്രേക്ഷകരും ചോദിക്കുന്ന ഒരു പ്രധാന സംശയമാണ് ബാത്റൂം, നമ്മളെ ടോയ്ലറ്റിന്റെ സ്ഥാനം, അതുപോലെ സെപ്റ്റി ടാങ്ക്, പിന്നെ കൂടാതെ മാൻഹോൾ ഈ പറഞ്ഞത്. അപ്പൊ വടക്ക് കിഴക്കേ ഭാഗം അല്ലേ? തെക്ക് കിഴക്കേ ഭാഗം. അപ്പോ അതിൽ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. നമ്മളെ വീടിന്റെ പിന്നെ ബേസ്മെന്റിന് താഴോട്ട് പോകുന്ന എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷന് താഴോട്ട് പോകുന്ന ഒന്നും തന്നെ ശാസ്ത്രവിധി പ്രകാരം നമ്മൾ കണക്കിലെടുക്കേണ്ട എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന വസ്തുത. അപ്പോൾ നമ്മൾ മണ്ണിനെ, കാരണം എപ്പോഴും നമ്മൾ അതിൻ്റെ കണക്കും കാര്യങ്ങളും എടുക്കുന്നത് അതിന് മുകളിലോട്ട് ബേസ്മെൻറ്റ് പാതകം മുതൽ മുകളിലോട്ടുള്ളതിൻ്റെ കണക്ക് എടുക്കാറുള്ളൂ, അതിനെ അളവുകൾ കൊടുക്കാറുള്ളൂ, അതിനെ നമുക്ക് മർമ്മസ്ഥാനങ്ങളായിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ. ഭൂമിക്ക് അടിയിലുള്ള ഈ വിഷയങ്ങൾ പരിഗണിക്കാറില്ല. അതുകൊണ്ട് മറ്റ് ദോഷങ്ങളൊന്നും വരാറുമില്ല. പിന്നെ എങ്കിലും നമ്മൾ ഒരു ടാങ്കോ മറ്റേ ഇതുപോലെയുള്ള കാര്യങ്ങൾ വീട്ടിൻ്റെ തൊട്ടടുത്ത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട, ഞാൻ ഇത്തിരി നേരത്തെ പറഞ്ഞു, വീട്ടിൻ്റെ നമുക്കൊരു പിന്നെ എനർജി അല്ലെങ്കിൽ ഉന്മേഷം, നമ്മളെ വീട്ടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന വീടും അതിനകത്തുള്ള അന്തരീക്ഷവുമാണ്. അപ്പോൾ അത് കൂടുതൽ നമുക്ക് ഊർജം കിട്ടുന്ന തരത്തിൽ വരുന്ന ഭാഗങ്ങളാണ് ഈ തെക്ക് പടിഞ്ഞാറേ ഭാഗവും വടക്ക് കിഴക്ക്. ഈ ഭാഗത്ത് കോർണറിലൊക്കെ അത് ഒഴിവാക്കി ചെയ്താൽ കുറച്ച് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് അവിടെയൊക്കെ ഇത് വന്നെന്ന് വിചാരിച്ച് ഒരിക്കലും അത് നമ്മൾ ഒരു തരത്തിലും നമ്മളെ ജീവിതത്തെ ദോഷമായിട്ട് ബാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഈ 10-20 വർഷം കൊണ്ട് ഞാൻ പണിത വീടുകളിലൊക്കെ ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത്. മറ്റേ ശാസ്ത്രത്തിൽ ഒരിടത്തും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. കാരണം നമ്മൾ പറയുമ്പോ ഒരു കാര്യം പറയുമ്പോ ശാസ്ത്രത്തിൽ എവിടെയാ സെപ്റ്റി ടാങ്കിന്റെ സ്ഥാനം പറഞ്ഞിരിക്കുന്നത്? അതെ, നമുക്ക് ചോദിക്കുമല്ലോ. ഇല്ല, അത് വീട്ടിന്റെ അകലെ ആക്കുന്നത് നല്ലതാണ്. കാരണം അതിന്റെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ വീട്ടിനകത്തി നിർത്തുന്ന നല്ലതാണ്. പക്ഷെ നമുക്ക് 3 സെന്റുണ്ട്, 4 സെന്റുണ്ട്, 5 സെന്റുണ്ട്. ഇതിനകത്ത് വലിയ അവർക്ക് വല്ലവന്റെ പറമ്പിൽ കൊണ്ടുവന്ന് സെപ്റ്റി ടാങ്ക് ഇടാൻ പറ്റും. അത് ഇടുമ്പോഴായിരിക്കും തൊട്ടടുത്ത ആളുടെ കിണറിന്റെ സ്ഥാനം വരുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രായോഗികമായിട്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാതെ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അതിനകത്ത് വേറെ ശാസ്ത്രവിധി ഒന്നുമില്ല, അത് ചുമ്മാ അന്ധവിശ്വാസമാണ്. ഓക്കെ മാഡം, വിളിച്ചതിന് നന്ദി. എല്ലാം മനസ്സിലായല്ലോ അല്ലേ കൃത്യമായിട്ട്? ശരി, ഓക്കെ, താങ്ക് യു. വിളിച്ചതിന് നന്ദി സാർ. അപ്പോൾ നമ്മൾ ആ പുസ്തകത്തിൻ്റെ ഗ്രന്ഥത്തിൽ അപ്പോൾ ഇങ്ങനെ ഈ ഗ്രന്ഥങ്ങളിൽ നമ്മൾ ഇതിനകത്ത് ഓരോ ഈ ഞാൻ പറഞ്ഞല്ലേ മനുഷ്യാലയ ചന്ദ്രി എന്ന് പറഞ്ഞതും മയമതം. അപ്പം മയമതത്തിൻ്റെ ഒരു സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ മയനാണ്. അപ്പോൾ മയൻ നമ്മൾ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മയൻ അസുര ആ ഒരു ആചാര്യ. അതേസമയം മാനസാര ശില്പശാസ്ത്രം എഴുതിയത് നേരെ വിശ്വകർമാവാണ്. അപ്പോൾ അതിൽ ഈ 2 ഗ്രന്ഥത്തിലെയും ഉള്ള ഒരു ഏകീകൃത സ്വഭാവമാണ് നമ്മൾ ഈ വാസ്തു ഗ്രന്ഥങ്ങളായിട്ട് കാണുന്നത്. അതിൽ പലപ്പോഴും നമ്മൾ ഇതിനൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് നമ്മൾ ഇത് പിന്നെ ആളുകളുടെ ഇടയിലെത്തുന്നത്. ഇതിന് എൻ്റെ ഒരു അപജയം ഞാൻ സൂചിപ്പിക്കാം. ഇന്നിപ്പോൾ നമ്മൾ വാസ്തുശാസ്ത്രം കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ ഈ ഇടക്കാലത്ത്
എനിക്ക് തോന്നുന്നു ഒരു 60-65 കാലഘട്ടം വരെ ഇതിൻ്റെ ഇത് മാത്രം നോക്കിയിട്ട് പഴയ ആചാര്യന്മാർ ഗൃഹനിർമ്മാണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കിടെക്റ്റ് എഞ്ചിനീയറിംഗ് ഒന്നും അത്രയും വലിയ പ്രചാരം വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ഹൈറൈസ് ബിൽഡിംഗ്, വലിയ വീടുകൾ, വലിയ നിർമ്മാണങ്ങൾക്ക് മാത്രമേ ആ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. ബാക്കി ഒരു നല്ലൊരു ശതമാനം വീടുകളിലെ വീട് പണിയുന്നത് അതാത് പ്രദേശത്തുള്ള ഒരു കണക്കിന് അല്ലെങ്കിൽ വാസ്തു ആചാര്യനെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളിനെ വിളിച്ചിട്ടായിരിക്കും കാരണവന്മാർ, മുതിർന്നവർ, വീട്ടിലുള്ള ആൾക്കാർ വീട് പണി ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ഒരു വീട് പണിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഉടനെ ആ കാരണവർ നേരെ അവിടുത്തെ ഉള്ള ഒരു കണക്കിനെ വിളിക്കുന്നു. നമുക്കൊരു കോളർ ആയിക്കോട്ടെ നമുക്ക്. ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ സർ, വെൽക്കം ടു അർജുന അസോസിയേറ്റ്സ് വാസ്തുഭവനം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി. പറയൂ സർ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? നെയ്യാറ്റിങ്കര. എന്താ പേര്? എന്റെ പേര് മുരളി എന്നാണ്. ആ, ചോദിച്ചോളൂ. എനിക്ക് നമ്മുടെ വീട് തെക്ക് ദർശനമാണ്. വീട് തെക്ക് ദർശനമാണ്. ആയിക്കോട്ടെ. അതെ. അതിന്റെ ഈ ഇതിന്റെ കിഴക്ക് വടക്ക് മൂലയിലാണ് അതിന്റെ ഈ വേസ്റ്റ് വെള്ളമൊക്കെ പോകാൻ വേണ്ടി ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടെന്തെങ്കിലും ദോഷം? എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ കക്കൂസും വേസ്റ്റ് വെള്ളത്തിന്റെ കാര്യം മാത്രമേ അറിയാം. വീട് ഈ വാസ്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഞാൻ പല പ്രാവശ്യം ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ പറയാം, ഈ നമ്മളെ വീട് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ അടിയിലോട്ട് പോകുന്ന ഈ ഭാഗത്തിനെ വാസ്തുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് പൊതുവേ നമുക്കൊരു വിശ്വാസം ഉള്ളതെന്ന് പറഞ്ഞത് നമുക്ക് ആചാരപ്രകാരം നമുക്ക് തെക്ക് പടിഞ്ഞാറേ ഭാഗം നിര്യതി, അപ്പോൾ അത് വാസ്തു സങ്കല്പം അനുസരിച്ച് അതിൻ്റെ പാദവും വടക്ക് കിഴക്കേ ഭാഗം അതിൻ്റെ പിന്നെ ശിരസുമായിട്ട് വരുന്നുണ്ട്. കുറച്ച് ഇത് അങ്ങനെ വരുന്നതിന് കാരണങ്ങളുണ്ട്. അതിനകത്ത് സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ഭാഗത്ത് കുറച്ച് കൂടുതൽ ശുചിയും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങൾ അവിടെ ഒഴിവാക്കിയാൽ കുറച്ച് നല്ലതായിരിക്കും എന്നുള്ള അഭിപ്രായമുള്ളൂ. അവിടെ വന്നെന്ന് വിചാരിച്ച് ഒരു ദോഷവും കാണേണ്ട കാര്യമില്ല. ഓക്കെ സാർ, വിളിച്ചതിന് നന്ദി. തുടർന്നും പരിപാടി കാണുക. എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 12:30 മുതൽ 1:30 വരെ ഞങ്ങളുണ്ട്. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ സംശയങ്ങളെല്ലാം അത് തന്നെയാണ്. ഇതെന്തെന്ന് പറ്റിയെന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഇപ്പോൾ നമ്മളൊക്കെ പുതിയ തലമുറ ഞാനിതൊക്കെ പഠിക്കാൻ പോയത് ഒരിക്കലും വാസ്തുശാസ്ത്രം പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനായിട്ട് ഇറങ്ങാനോ നിമിത്തമായിട്ടൊക്കെ ചെന്ന് നമ്മൾ അതിനകത്ത് പെട്ടതാണ്. ഇതിപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ ശാസ്ത്രം ഇത്രമാത്രം ഭയങ്കരമായ ആഴത്തിലുള്ള ഒരു വിഷയമാണെന്ന്, അതൊരു വലിയ ഡീപ്പ് സാധനമാണ്. അത് നമ്മളെ പിന്നെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെയാണ് അന്ന് തൊട്ട് ഇന്ന് വരെ അതിൻ്റെ ഒരു പഠനവും റിസർച്ചും കാര്യങ്ങളും എൻ്റെ കയ്യിൽ വരുന്ന ഒരു ചെറിയ പ്ലാനായാലും അതിനകത്ത് വാസ്തു ആദ്യം ഇതൊക്കെ പഠിക്കും. ഞാൻ 96-ലാണ് വാസ്തുവിദ്യ ആദ്യമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ കാണിപ്പയ്യൂരും പയ്യന്നൂർ കേശവാചാര്യ, പിന്നെ സവതി, പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ, പിന്നെ കൃഷ്ണകർത്ത, ഇങ്ങനെയുള്ള വാസ്തു വളരെ വിദഗ്ധരായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ വളരെയധികം നിർമ്മിച്ചിട്ടുള്ള ഈ വിദഗ്ധരാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നത്. അപ്പോൾ ഇവരെ എന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ അവരെ അറിവെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. അതൊരു കടലാണത്. അത് തന്നെ. അപ്പോൾ അവരെ നിന്ന് അങ്ങ് കുഞ്ഞൊക്കെ 1-2 വാക്കുകളൊക്കെ വീഴും. ഇപ്പോൾ ക്ലാസ്സിൽ ചെന്നിരിക്കും. അതിൽ പയ്യന്നൂർ കേശവാചാര്യ വളരെ എനിക്ക് വേണ്ടപ്പെട്ട, എന്നെ അങ്ങേറ്റം എന്നെ സ്നേഹിക്കുകയും ചെയ്തൊരു ഗുരുവര്യനാണ്. ആ കാണിപ്പേരും അത് തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. അദ്ദേഹം നമ്മൾ ആ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഗുരുത്വവും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെറിയ ഒരു അറിവ് നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ, ഞാനിപ്പോൾ നമ്മളൊരു എഞ്ചിനീയറാണ്, പ്ലാൻ വരയ്ക്കുന്നു. അപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്തുമാത്രം ആളുകൾ വാസ്തുവിദ്യ ഇല്ലാതെ വീട് പ്ലാൻ വരച്ച് ചെയ്യുന്നു. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ആരും ഇത് നോക്കുന്നില്ല. ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു അർജുന അസോസിയേറ്റ്സ് വാസ്തുഭവൻ എന്ന പരിപാടിയിൽ സ്വാഗതം. പേര് പറഞ്ഞു സർ. എന്താ പേരെന്താ? എന്റെ പേര് സതീഷാണ് സാർ. സതീശൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട്. ചോദിച്ചു. നമ്മളിപ്പോ ബൗണ്ടേഷൻ, വീട്ടിലൊരു പുതിയ വീട് കെട്ടാൻ ബൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. അത് വാസ്തുപ്രകാരം ഫ്രണ്ടിൽ അടുക്കള വരുന്നത്. ഫ്രണ്ടിലെന്ന് പറയുമ്പോ വീടിന്റെ ഫ്രണ്ട് എങ്ങോട്ടായിരിക്കുന്നേ? കിഴക്കോട്ട്. അപ്പൊ അത് ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത്? എന്താണ് ഈ അടുക്കള? വീടിന്റെ കിഴക്ക്, വടക്ക് കിഴക്ക് ഭാഗത്താണോ തെക്ക് കിഴക്ക് ഭാഗത്താണോ? കിഴക്ക് പടിഞ്ഞാറ്. കിഴക്ക് പടിഞ്ഞാറ്. കിഴക്ക് വരുന്നത്. പിന്നെന്താ പറയാ, അത് വാസ്തുപ്രകാരം ഫ്രണ്ടില് ഒരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിൽ സ്ഥലം കുറവുന്നതുകൊണ്ട് സിറ്റ് ഔട്ട് ഒഴിവാക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാവും? അതില് എനിക്ക് ശരിക്കും പ്ലാന് കാണാതെ ഒരു വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഞാൻ പറഞ്ഞെടുത്തോളം വീട് കിഴക്കോട്ടാണ് ഇരിക്കുന്നത്.
അപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ഒരിക്കലും ഒരു അടുക്കള വരാൻ സാധ്യമല്ല. ആ പറഞ്ഞാൽ എന്തോ പിശകുണ്ട്. നമുക്ക് അടുക്കളയ്ക്ക് സ്ഥാനങ്ങളുണ്ട്. അല്ല, അങ്ങനെയല്ല. നമുക്ക് പ്ലാനും ഇതിൻ്റെ മറ്റ് ദിശകളൊന്നും കിട്ടാത്തത് കൊണ്ട് അത് അങ്ങനെ തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ ഒരു സൂചന തരാം, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വീട് നമ്മൾ കിഴക്കോട്ട് ആണ് പിന്നെ ഫ്രണ്ടായിട്ട് വരുന്ന പിന്നെ ഒരു വീട്ടിനെ സംബന്ധിച്ച് അടുക്കളയ്ക്ക് നമുക്ക് സാധാരണ 3 സ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ശാസ്ത്രപ്രകാരം. അതിൽ 1 വടക്ക് കിഴക്കേ ഭാഗം, 1 തെക്ക് പിന്നെ കിഴക്കേ ഭാഗം, 3 വടക്ക് പടിഞ്ഞാറാണ്. അത് അങ്ങനെ വരുള്ളൂ, വടക്ക് പടിഞ്ഞാറ്. അപ്പോൾ ഈ അത് ഞാൻ പറഞ്ഞില്ലേ, 1 നമ്മളെ ഈശാന മൂലയ്ക്ക് പർജന്യ പദത്തിലും, 1 അഗ്നിപദത്തിലും, 3 വായു പദത്തിലുമാണ് അടുക്കളയ്ക്ക് സ്ഥാനം കൊടുക്കുന്നത്. ഈ 3 അടുക്കള നമുക്ക് പണിയുന്നതിൽ വിരോധമില്ല. ഹലോ, ഒരു കാര്യം ചെയ്യൂ. ഹലോ, ഈ പരിപാടിയിൽ ഞാനൊരു മെയിൽ ID കാണിക്കുന്നുണ്ട്. അപ്പോൾ കാരണം സാറ് ഒരു വിദഗ്ധനായ ഒരു വാസ്തു ശാസ്ത്രപ്രകാരം വീട് വെച്ച് കൊടുക്കുന്ന എഞ്ചിനീയർ കൂടി ആയ സ്ഥിതിക്ക് ഒരു മെയിൽ ID പറയാം. vastubavanam@gmail.com എന്ന് പറഞ്ഞൊരു മെയിൽ ID ഉണ്ട് ഞങ്ങളുടെ. ഈ പരിപാടിയിൽ അവസാനം അത് എഴുതി കാണിക്കും, വേണമെങ്കിൽ നോട്ട് എഴുതിക്കോളൂ. vastubavanam@gmail.com. ഇതിലോട്ട് നിങ്ങളുടെ പ്ലാന് സാറിനൊന്ന് സ്കാൻ ചെയ്തിട്ട് മെയിൽ ഇടുക. എന്നിട്ട് സാറിനെ വിളിക്കുക. സാറിന്റെ നമ്പർ സ്ക്രീനിൽ കാണും. സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ 1:30 ശേഷം പ്രോഗ്രാം കഴിഞ്ഞിട്ട് വിളിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്ലാൻ സാറിന് മെയിൽ ചെയ്ത് അയച്ചു കൊടുത്താൽ അദ്ദേഹം വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. ഓക്കെ? എന്താ? ഹലോ, ഈ സ്ക്രീനിൽ ഞങ്ങൾ സാറിന് സാർ സ്ക്രീനിൽ വരുമ്പോൾ നിങ്ങൾക്ക് മുന്നിലൊരു നമ്പർ തെളിയും. ഇപ്പൊ നമ്പർ കാണും, നോക്കിക്കോളൂ. കണ്ടോ? ആ നമ്പറിൽ സാറിനെ വിളിക്കുക. vastubavanam@gmail.com എന്നതിൽ നിങ്ങളുടെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് സ്കാൻ ചെയ്ത് നിങ്ങൾ അയക്കുക. സാർ നോക്കിയിട്ടേക്കും. താങ്ക് യു, വിളിച്ചതിന് നന്ദി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. പ്ലീസ് സ്റ്റേ വിത്ത് us. അർജുൻ അസോസിയേറ്റ്സ്, വാസ്തുഭവനം. ഞാൻ സ്വപ്നം കാണുന്ന വീടേ ചാരുപടിയും മുഖപ്പും നടുമുറ്റൊക്കെയുള്ള പഴയ ശൈലിയിലുള്ള ആധുനിക കെട്ടിടം. എങ്കിൽ വാ, നമുക്ക് ഇപ്പൊ തന്നെ അർജുൻ അസോസിയേറ്റ്സിൽ പോവാം. പഴമയുടെ പ്രൗഢിയിൽ ആധുനിക രീതിയിൽ ഗൃഹനിർമ്മാണത്തിന് പേരുകേട്ട സ്ഥാപനം അർജുൻ അസോസിയേറ്റ്സ്. വിളിക്കേണ്ട നമ്പർ 8281550000. 25-ലധികം വർഷത്തെ സേവന പാരമ്പര്യമുള്ള സരസ്വതി എന്റർപ്രൈസസിൽ സെറ സ്റ്റൈൽ ഗാലറി. സെറ റിഫ്ലെക്ട്സ് യുവർ സ്റ്റൈൽ. Voted Product of the Year, Sera. സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുടി, ട്രിവാൻഡ്രം. അർജുൻ അസോസിയേറ്റ്സ്, വാസ്തുഭവനം. നമസ്കാരം, വെൽക്കം ബാക്ക് ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. ഈ പരിപാടിയിലേക്ക് വളരെ ആവേശപൂർവ്വം പങ്കെടുക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പരിപാടി തുടങ്ങുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ പിന്നെ നിർമ്മാണത്തിനെ പറ്റി വളരെ വ്യക്തമായിട്ട് ഉള്ള ഒരു ഗ്രന്ഥമാണ് മനുഷ്യലചന്ദ്രി എന്ന് പറഞ്ഞു. അതിൽ തന്നെ ഈ പിന്നെ ശ്ലോക സഹിതം അതിൻ്റെ ഭൂമി തിരഞ്ഞെടുക്കുന്നത് മുതൽ അതിൻ്റെ ഈ ഓരോ കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ സ്ഥലം എങ്ങനെ തിരഞ്ഞെടുക്കാം, ഭൂമിയുടെ ചരിവ് എങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ പ്ലോട്ട്. എനിക്ക് തോന്നുന്നു നമ്മളൊരു ഒരു വീട് വെക്കാൻ സ്ഥലം വാങ്ങുന്ന സമയത്ത് തന്നെ സാറിനെ പോലെ വിദഗ്ധനായ ഒരാളുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ വാങ്ങിയിട്ട്. അത് ഇപ്പൊ വിദഗ്ധൻ നമ്മൾ അവകാശപ്പെടുന്ന, ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചു വന്നത്. ഇതെന്താ, ഇതിനകത്ത് 2 കാര്യങ്ങൾ സംഭവിക്കും ഇതിനിടയ്ക്ക്. ഒന്ന്, നമ്മൾ ഈ ശാസ്ത്രത്തെ പറ്റി പണ്ട് കാലത്ത് ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന വളരെ ഈ ഗുരുകുല സമ്പ്രദായത്തിൽ കൂടെ ആയിരുന്നു. അപ്പൊ ഗുരുകുല സമ്പ്രദായത്തിൽ കൂടെ ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യുമ്പോൾ അവർ ആ ശാസ്ത്രത്തിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് അതിനകത്തൊരു പിശക് പറ്റാതെ കൈമാറുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിലും പിശക് പറ്റിയത് കൊണ്ടാണ് ഇത് കുറെ കാലം അവഗണിക്കപ്പെടുകയും അന്ധവിശ്വാസത്തിന്റെ ഇതിലേക്ക് പോയത്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാഡം, വെൽക്കം ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്നത്? വർക്കല. പരിപാടിയിൽ ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? കാണാറുണ്ടോ? ഓക്കെ, ചോദിച്ചോളൂ. അതെ, മതിലിനോട് ചേർന്ന് ബാത്റൂമും കുളിമുറിയും ചെയ്യുന്നതിന് വല്ല ദോഷമുണ്ടോ? അതൊരു ചോദ്യമാണ്. നമുക്ക് ഈ നിയമപ്രകാരം ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, യേശുവിന് 4 ശതകത്തിന് മുമ്പ് എഴുതിയ ഒരു ഗ്രന്ഥശാഖയാണ് വാസ്തുശാസ്ത്രം. ഗ്രന്ഥങ്ങൾ അന്ന് രചിച്ചതാണ്. അന്നാണെങ്കിൽ പറമ്പിനൊന്നും ഒരു ദൗർലഭ്യമില്ല. വളരെ ഏക്കർ കണക്കിനുള്ളതിലൊരു വീട് വയ്ക്കുന്നത് മതിൽ കെട്ടാൻ നിവൃത്തിയില്ല. എങ്കിലും അന്നേ ഇത് അവർ മുൻകൂട്ടി കണ്ടിരുന്നു. ഇത് കുറെ കഴിയുമ്പോൾ ജനസംഖ്യ കൂടുമെന്നും
ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണമെന്ന് സൂക്ഷിക്കണം. അതാണ് ഈ പദവിന്യാസത്തിൽ വരുന്നത്. ഈ ഒരു പ്ലോട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ആയിക്കൊണ്ട് പോട്ടെ, അത് 1 ഏക്കറാണെങ്കിലും 10 ഏക്കറാണെങ്കിലും 5 സെന്റ് ആയാലും ഇതിനകത്തൊരു പദവിന്യാസം വരും. അതിൻ്റെ ഒരു സ്ക്വയർ ഉണ്ടാക്കിയിട്ട് 9 പദങ്ങളായിട്ട് അംശിക്കും. ബ്രഹ്മവീതി, ഇങ്ങനെ വീതികളായിട്ട് അംശിക്കും. ബ്രഹ്മവീതി, ഗണേശവീതി, അഗ്നിവീതി, ജലവീതി. പറഞ്ഞത് അതിലേക്ക് വരാനാണ്. അപ്പൊ ആ ഒരു രീതിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ മതിലിനോട് ചേർത്ത് അതിനകത്ത് ഈ പിശാച വീതി എന്ന് പറഞ്ഞാൽ, അത് പറയാനാണ് വന്നത്, പിശാച വീതി എന്ന് പറഞ്ഞ ഒരു വീതിയുണ്ട്. ആ പിശാച വീതിയിലോട്ട് ചേർത്ത് ഒരു നിർമ്മാണവും പാടില്ല. അപ്പൊ അതിന്റെ അർത്ഥം നമ്മളൊരു വീട് വെച്ചിട്ട് അതിന്റെ മതിലിന് ചുറ്റും കൊണ്ടുവന്ന് ഉപഘടകങ്ങൾ കെട്ടുന്നത് ശാസ്ത്രവിധി പ്രകാരം തെറ്റാണ്. അത് രണ്ടാമത് നമ്മുടെ പഞ്ചായത്തും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അനുസരിച്ചും അത് തെറ്റാണ്. അപ്പൊ അങ്ങനെ അതിൽ പ്രധാനമായിട്ട് വാസ്തുശാസ്ത്രപരമായി ഈ പിശാച വീതിയിൽ കൺസ്ട്രക്ഷൻ വരാൻ പാടില്ല. അത് ദോഷമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. ശരി. ഹലോ, മനസ്സിലായല്ലോ മേഡം? വ്യക്തമായി മനസ്സിലായോ? അത് നമ്മൾ ഈ പിശാച വീതി എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാതിരിക്കൂ. യഥാർത്ഥത്തിൽ നമ്മുടെ മറ്റുള്ളവരെ ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മളെ കാമ്പൗണ്ടിനകത്ത് അതിനോട് ചേർത്ത് വീട് പണിതിട്ട് അതിൻ്റെ ഔട്ട് ഹൗസും മറ്റതും ഒക്കെ ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ അടുത്ത ആളുടെ അയൽവക്കത്ത് പോകുമ്പോൾ അവർ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി അത് ഒഴിവാക്കണം. അത് തന്നെയാണ് കോർപ്പറേഷനും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിൻ്റെ നമ്മൾ സെറ്റ് ബാക്ക് പറയുന്നത്. ആ സെറ്റ് ബാക്കിൽ പെടാതെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മതിലിനെ വലിപ്പം കൂട്ടിയിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം. പക്ഷെ അതിൽ മതിലിൽ നിന്നും കുറച്ച് മാറി ചേർത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ചെയ്യാമോ എന്നാണ് ആ ചോദിച്ചത്. അതെ അതെ, അത് ഇങ്ങനെയാണ്. ഞാനിപ്പോൾ എൻ്റെ ശാസ്ത്രവശം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയണമെങ്കിൽ ആ ഉള്ള പ്ലാനിനെ പറ്റി വ്യക്തമായിട്ട് എന്തെങ്കിലും എൻ്റെ അടുത്ത് പിന്നീട് ഒരു അവസരം തന്നാൽ ഞാൻ നോക്കിയിട്ട് അത് ഒരു നിർദ്ദേശം തരാം. എങ്കിലും ഒരു മതിലിനോട് ചേർത്തുള്ള ഒരു കൺസ്ട്രക്ഷൻ അത്ര ശുഭകരമല്ല. ഹലോ മേഡം, സാറിപ്പോൾ പറഞ്ഞതുമാതിരി, കാരണം ഈ ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഫോണിൽ സംസാരിച്ച് അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് ചിലപ്പോൾ ടെക്നിക്കലി പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്ക് മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ vastuBhavanam@gmail.com എന്ന് പറഞ്ഞൊരു മെയിൽ ഐ ഡി പ്രോഗ്രാമിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ വീട് കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ സാറിന് മെയിൽ ചെയ്ത് അയച്ചു കൊടുക്കുക. അതിൽ നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം, ബന്ധപ്പെട്ട നമ്പറെല്ലാം ഉണ്ടാകുക. അതുപോലെ തന്നെ സാറിൻ്റെ ഫോൺ നമ്പർ ഈ പ്രോഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത് അത് നോട്ട് ചെയ്ത് വെക്കുക. മെയിൽ ഐ ഡി ഞാൻ ഒന്നുകൂടെ പറയാം, vastuBhavanam@gmail.com മാഡത്തിൻ്റെ ഇത് അയച്ചാൽ സാറത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചതിന് നന്ദി. തുടർന്നും പ്രോഗ്രാം കാണുക എല്ലാ വ്യാഴാഴ്ചയും. താങ്ക് യു. ഓക്കെ സാർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഈ ശാസ്ത്രങ്ങൾ നമ്മൾ പറഞ്ഞ് എഴുതി കൊടുക്കുമ്പോൾ ഈ ഇത് പറഞ്ഞ് ആചാര്യന്മാർ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന ഒരു രീതി. അപ്പോൾ ഈ നമ്മൾ അത് പിന്നെ കുറേ ഇതിങ്ങനെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുകിൽ അവരുടെ അടുത്ത ശിഷ്യനായിരിക്കാം, ഇല്ലെങ്കിൽ സ്വന്തം മക്കളായിരിക്കാം. അപ്പോൾ എന്ത് പറ്റും, ഈ ശരിക്കും ആചാര്യനായിട്ടുള്ള ഈ സ്ഥപതി അല്ലെങ്കിൽ വാസ്തുവിദ്യ വിദഗ്ധൻ ഇതെല്ലാം സ്വന്തമായിട്ട് കൊണ്ട് നടക്കും. നടന്നിട്ട് ഇത് അവസാനം അങ്ങ് ഏതാണ്ട് അങ്ങ് അറ്റം പറ്റി തട്ടിപ്പോകുന്ന കാണുന്ന ഒരവസ്ഥ വരെ അതുവരെ ശരിക്കും വിട്ട് പറയത്തില്ല. അത് ഇതിന്റെ ഒരു ശാപമാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇത് ശാസ്ത്രത്തിൽ ഇത് പൂർണ്ണതയല്ല. ഈ ശാസ്ത്രം നമ്മുടെ പെരുന്തച്ഛന്റെ കഥയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഒരിക്കലും പൂർണ്ണതയില്ല. കാരണം അത് ശിവന്റെ ഒന്നും അങ്ങനെ ഒരു ശാപം കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് കുറച്ച് പിന്നീട് അവസരം വിശദീകരിക്കും. എന്തായാലും ഇത് പൂർണ്ണത ഇല്ലാത്തൊരു ശാസ്ത്രമാണ്. അപ്പൊ കുറെ ഇതിനകത്ത് അന്ധവിശ്വാസത്തിന്റെ കുറെ ഭാഗങ്ങളുണ്ട്, കുറെ വസ്തുതകളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ശരിയായത് തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കും. അതാണ് ആദ്യം വേണ്ടത്. ഒരു വാസ്തു കൈകാര്യം ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചറിയാനുള്ള കഴിവുള്ള ഒരാളിന് മാത്രമേ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്ന ശ്ലോകങ്ങൾ കാണണേ, അത് മാത്രം കാണപ്പാടം പഠിച്ച് അത് ഉരുവിട്ടും കൊണ്ട് ഒരു നിർമ്മാണം നടത്തിക്കൊണ്ട് പോകുന്നത് ഒരു ബുദ്ധിയുള്ള തീരുമാനമല്ല. നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. ഉദാഹരണത്തിന് ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു അർജുന അസോസിയേറ്റ്സ് വാസ്തുഭവൻ എന്ന പരിപാടി സ്വാഗതം. എന്താ പേരെന്താ? എവിടെ നിന്നാണ് വിളിക്കുന്നത് മിസ്റ്റർ ജേസൻ? കോട്ടയം. നമ്മുടെ ഈ പരിപാടിയിൽ ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? കണ്ടിട്ടുണ്ടോ ഇതിനു മുന്നേ കാണാറുണ്ടോ? ഓക്കെ. എല്ലാ വ്യാഴാഴ്ചയും 12:30 മുതൽ 1:30 വരെ ഈ പരിപാടി ഉണ്ട്. പങ്കെടുക്കുക. ചോദിച്ചോ. നമസ്കാരം. എന്താണ് അറിയേണ്ടത്? ഞങ്ങളുടെ വീടിന്റെ സെന്ററിലാണ്, കിഴക്ക് വശം സെന്ററിലായിട്ടാണ് ബാത്റൂം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദോഷം. അത് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലാവും. നമുക്ക് വീട്ടിനകത്ത് നമുക്ക് ബെഡ്റൂമിനും അതിനോടനുബന്ധിച്ചൊക്കെ ബാത്റൂം കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിന്നിപ്പോൾ അത് ഒരു അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്.
നമുക്ക് വീട്ടിനകത്ത് ടോയ്ലറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, വീടിൻ്റെ മദ്യം എന്ന് പറയുന്ന ഒരു വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു സെൻട്രൽ ലൈനുണ്ട്. അപ്പോൾ അത് ആ പ്ലാന് കണ്ടാലേ അതിൻ്റെ കറക്റ്റ് സെൻട്രൽ ലൈൻ ഏതാണെന്ന് അറിയാൻ പറ്റും. ആ സെൻട്രൽ ലൈനിൽ കൂടി ഒരു ബാത്റൂമിൻ്റെ ലൈൻ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അതിന് നേരെയാണ് ഒരു ബാത്റൂം വരണമെങ്കിൽ അത് ശാസ്ത്രപ്രകാരം അത്ര നല്ലതല്ല. രണ്ടാമത്, ഡോറിൻ്റെ നേരെ നമ്മൾ മെയിൻ ഡോർ തുറന്നു നോക്കുമ്പോൾ നേരെ ബാത്റൂം കാണുകയാണെങ്കിലും അത് ഉചിതമല്ല എന്നാണ് നമ്മൾ പറയേണ്ടി വരിക. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അത് അത്ര ഉചിതമല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും വരുമെന്നുള്ള അനുഭവം എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. അതത്ര ഒരു ശാസ്ത്രവിധി പ്രകാരം നമുക്ക് അങ്ങനെ ഒരു മറുപടി കൊടുക്കാനേ നമുക്ക് കഴിയുള്ളൂ. സാർ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ അങ്ങനെയുള്ള ബാത്റൂമുകൾ നമ്മൾ ഉപയോഗിക്കാതെ അടച്ചിടേണ്ടി വരുമോ? ഇല്ല, ചിലയിടത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പലയിടത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോയി പറയുമ്പോഴത്തേക്ക് ഹലോ കേട്ടായിരുന്നോ? അപ്പോൾ നിങ്ങൾക്ക് കൂടി ചേർത്ത് ഞാൻ ചോദ്യം ചോദിക്കുന്നു കേട്ടോ, കേട്ടോളൂ. ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളിൽ എന്തെങ്കിലും ആണോ ഈ ബാത്റൂമിൻ്റെ സംശയം ചോദിച്ചത്? വീട്ടിൻ്റെ വാതിലിൻ്റെ നേരെയാണോ? അതോടൊപ്പം വീടിൻ്റെ മദ്യം എന്ന് പറയുന്നത് നമ്മളതിൻ്റെ വീതി എടുക്കണം. വീതി എടുത്തിട്ട് അതിൻ്റെ നേരെ പകുതി എടുത്തിട്ട് അതിൽ കൂടെയാണ് ഈ ബാത്റൂമിൻ്റെ ഡോർ പോകുന്നതെങ്കിലും അത് ശാസ്ത്രവിധി പ്രകാരം അത്ര നല്ലതെന്ന് എന്നേ പറയാൻ പറ്റൂ. അങ്ങനെയാണോ? അപ്പോൾ അത് എനിക്ക് പറയാനുള്ളത്, അത് ശാസ്ത്രവിധി പ്രകാരം അങ്ങനെ ചെയ്യുന്ന അത്ര ഉചിതമല്ല എന്നുള്ള ഒരു അഭിപ്രായം. പുതിയതായിട്ട് കിട്ടിയ വീടാണോ? പുതിയതായിട്ട് അത്ര ഉചിതമല്ല. അഭിപ്രായം ഒരു കാര്യം ചെയ്യൂ, നമ്മുടെ ഇതിനകത്തൊരു മെയിൽ ഐ ഡി ഞാൻ നേരത്തെ പറഞ്ഞു, താങ്കൾ നോട്ട് ചെയ്യാം. vastubavanam@gmail.com എന്നൊരു മെയിൽ ഐ ഡി ഉണ്ട്. അതിലോട്ട് വേണമെങ്കിൽ താങ്കളുടെ ഒരു ഡിസൈൻ സാറിന് മെയിൽ ചെയ്ത് കൊടുക്കുക. അതിലെന്തെങ്കിലും മാറ്റം ചെയ്യാൻ പറ്റുമെങ്കിൽ പറഞ്ഞുതരാം. മെയിൽ ഐ ഡി ഈ പ്രോഗ്രാമിന്റെ അവസാനം കാണിക്കും, vastubavanam@gmail.com. അതിലോട്ട് നിങ്ങളുടെ പ്ലാൻ ആക്കിയ. ഓക്കെ, വിളിച്ചതിന് നന്ദി. എല്ലാ എപ്പിസോഡിലും തുറന്നും കാണുക. താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള വളരെ ഒരു കാര്യം എടുത്താലും അതിൻ്റെ അകത്ത് ശരിയായ അർത്ഥത്തിലല്ല ആളുകൾ അതിനെ വീക്ഷിക്കുന്നത്. അതെ അതെ. ഇപ്പോൾ ഞാൻ പറഞ്ഞതില്ലേ, പ്രധാനമായിട്ട് ഇത് അത്രയും ആളുകളെ അങ്ങ് അന്ധവിശ്വാസത്തിൻ്റെ ഒരുപാട് ചിന്തയും കൊണ്ട് ഇവരെ പേടിപ്പെടുത്തിയിരിക്കുന്നത്. അത് കാരണം നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ല 65 കാലഘട്ടത്തിൽ മുതൽ നമുക്കൊരു 90 കാലഘട്ടം വരെ ശരിക്കും പറഞ്ഞ വാസ്തുവിദ്യ അവഗണിച്ചിട്ടുള്ള നിർമ്മാണ ശൈലിയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അതിന് മുമ്പ് ഉള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഓടിട്ട വീടായിരുന്നാലും മറ്റേ ഇതൊക്കെ ആയിരുന്നാലും വാസ്തുവിൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഒരു കണക്ക് കൊടുക്കും, ആരോടത്തിൻ്റെ കണക്കും വാങ്ങി എത്ര അതിൻ്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടായിരിക്കും ആചാര്യൻ ആ വീട് പണിയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം മാറിയിട്ടാണ് അടുത്ത കൺസ്ട്രക്ഷനിലോട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് വാസ്തുവിൻ്റെ ഒരു പ്രചാരം, ഒരു 95 ഞങ്ങളൊക്കെ ആദ്യത്തെ ബാച്ചുകളാണ് വാസ്തു പഠിക്കാനായിട്ട് ഇറങ്ങിയത്. അതൊരു നിമിത്തമായിട്ടാണ് അതിനകത്ത്. അതിനുശേഷം ഒരുപാട് വാസ്തുവിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നിർമ്മിതി ഗുരുകുലം തുടങ്ങിയതിന് ശേഷം പിന്നെ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം, കോഴിക്കോട് വാസ്തു ബേസ്ഡ് ആയിട്ടുള്ള മറ്റ് ഒരുപാട് സംരംഭം ഈ വാസ്തുവായിട്ട് ബന്ധപ്പെട്ടുള്ള നിർമ്മാണവും അതിൻ്റെ പ്രചാരവും കൊടുത്തു. പക്ഷെ ഇതിലൊക്കെ എന്ത് പറ്റി, ഗുണത്തെക്കാളേറെ ദ്രോഹം, ദോഷമായിട്ടാണ് പിന്നെ അത് ഭവിച്ചത്. കാരണം ചുമ്മാ ആവശ്യമില്ലാത്ത ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഇപ്പം നമ്മളൊരു പ്ലാൻ വരയ്ക്കുന്നു, ആ പ്ലാൻ വരയ്ക്കാൻ 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അതിനകത്തൊരു 3 ബെഡ്റൂം അല്ലെങ്കിൽ 4 ബെഡ്റൂം, ഒരു ഹാള്, കിച്ചൺ, ഡൈനിങ് ഇതെല്ലാം വേണം. അതിനകത്ത് വാസ്തുവിൻ്റെ കൺസെപ്റ്റ് വേണം. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് അതിൻ്റെ സ്ഥാനങ്ങൾക്കൊക്കെ ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പോൾ മാസ്റ്റർ ബെഡ്റൂം സാധാരണയായിട്ടും തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്കാണ് നമ്മൾ പ്രധാനമായിട്ട് ഏറ്റവും നല്ല ഉചിതമായ സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിൽ അത് പറയുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് പിന്നെ അടുക്കളയുടെ സ്ഥാനം പറയുന്നില്ല, പൂജാമുറിക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥാനം പറയുന്നില്ല. അത് എന്താണ് പൂജാമുറി എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് പരിശോധിക്കണം. ഇത് ചുമ്മാ ഈ ബുക്ക് എടുത്ത് വെച്ച് ശ്ലോകം പഠിച്ചും കൊണ്ട് കശത്ത് വെച്ചും കൊണ്ട് ശ്ലോകം ചൊല്ലിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. പഴയ നിർമ്മാണങ്ങളെ പറ്റി പോയി പഠിക്കണം. അപ്പോൾ പഴയ ഇതിൽ 4 കെട്ടിലും തറവാടുകളിലും ഒക്കെ അതിനകത്ത് പ്രത്യേകിച്ച് തെക്കിനി അല്ലെങ്കിൽ തെക്കത്, അതല്ലാത്ത സാധാരണ വീടുകളിൽ ഉമ്മറത്താണ് വിളക്ക് വയ്ക്കുന്നത്. അപ്പോൾ ഉമ്മറത്ത് ഒരു പീഠം കൊണ്ട് വെച്ചിട്ട് ആ സന്ധ്യാസമയത്ത് ആ വീട്ടിലുള്ള കുഞ്ഞുകുട്ടി എല്ലാവരും മുതിർന്ന അമ്മമാരും എല്ലാവരും കൂടെ നാമം ജപിച്ച് പോകുന്ന ഒരു രീതിയുണ്ട്. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ വെൽക്കം ടു അർജുന അസോസിയേറ്റ്സ് വാസ്തുഭവൻ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. പേരെന്താ? ദിവ്യാജി. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ എറണാകുളത്താണ്. ചോദിച്ചോളൂ.
സാർ അതെ, ഞങ്ങളിപ്പോ താമസിക്കുന്ന വീട് ഇങ്ങനെ ഭൂമിയുടെ നിരപ്പിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോയിരിക്കുവാണ്. ആദ്യം സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇപ്പൊ ഇങ്ങനെ പാടം സൈഡിൽ അങ്ങനെ വീടായതുകൊണ്ട് ഇങ്ങനെ താഴ്ന്നു പോയി. ഇപ്പൊ സ്റ്റെപ്പൊന്നും ഇല്ല. അങ്ങനെയുള്ള ഒരു വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? അല്ല, വീട് താഴ്ന്നു പോയെന്ന് പറഞ്ഞത് എന്താണ്, അതെങ്ങനെയാണത്? അത് ഈ ചതുപ്പ് നില അങ്ങനത്തെ നിലത്താണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതങ്ങനെ മൊത്തമായിട്ട് വീട് ഇരുന്നു പോയി. ഓ, അങ്ങനെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ വാസ്തുവായിട്ട് ബന്ധപ്പെട്ടല്ല, പക്ഷേ വാസ്തുവിൽ അത് വീട് പണിയുന്ന ഉചിതമായ സ്ഥലം ഏതാണെന്നുള്ള പറഞ്ഞ നിലം പുരയുടെ ഇതൊക്കെ നിലമൊക്കെ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. അത് പ്രധാന ഘടകം ഇതാണ്. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ചതുപ്പ് നിലങ്ങൾ അത് ഒരു നല്ല ഒരു ക്വസ്റ്റ്യനാണ്. അത് സാധാരണക്കാർക്ക് അറിയേണ്ടതാണ്. അപ്പോൾ നമ്മൾ പഴയ ഗ്രന്ഥങ്ങളിൽ പിന്നെ വീട് വയ്ക്കാൻ ഉത്തമമായ ഭൂമി ഏതാണെന്നുള്ള നമ്മൾ പറയുന്നുണ്ട്. അതിൽ പെട്ടതാണ് നിലം ഒന്നും വീട് വയ്ക്കാനായിട്ട് ഉചിതമല്ല എന്ന് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വീട് താഴ്ന്നു പോയി. അതെന്തെന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഫൗണ്ടേഷൻ അത് കാര്യക്ഷമമായിട്ട് ആയിരിക്കില്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിലത്തിലോ അതുപോലുള്ള ചതുപ്പുണ്ടോ കേൾക്കുന്നുണ്ടോ അത്? അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ ഏത് തരത്തിലുള്ള ഫൗണ്ടേഷനാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആപത്തുണ്ടാവില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒരു സാധാരണ അപകടകരമായ നിലയല്ലേ സാർ വീട്? അതെ, ഇപ്പോൾ താഴ്ന്നു പോയി. അത് അവരുടെ ജീവിത സമ്പാദ്യം മുഴുക്കെ പോയി. പിന്നെ മാത്രമല്ല ജീവിതകാലം വരെ അതൊരു ടെൻഷനും കൂടെയാണ്. അതെ അതെ. അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇത് പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഏത് തരത്തിലുള്ള ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷൻ ആണോ, വെൽ ഫൗണ്ടേഷൻ ആണോ, സാൻഡ് പൈലിംഗ് ആണോ, ഇതേതാണെന്ന് നോക്കണം. കരിങ്കല്ലാണെങ്കിൽ തന്നെ ചിലയിടത്താണ് ഈ മണൽ കലർന്ന നിലമുണ്ടാവും, നല്ല തിക്കായിട്ടുള്ള സാൻഡി കണ്ടൻറ്റുള്ള. അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് അല്ലാതെ PCC ഇട്ട് പുട്ടിങ് ഇട്ട് കോളം കൊടുത്ത് അത് ചെയ്യുക. അപ്പോൾ അത് യഥാർത്ഥത്തിൽ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. വാസ്തു ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ വയലിൽ വീട് വയ്ക്കാൻ പറയില്ല എന്ന് പറഞ്ഞാൽ ഈ ദോഷങ്ങളാണ്. അതെന്താ കാരണം? അന്ന് ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല. അന്നത്തെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒത്തിരി പഴക്കമുള്ള വീടാണോ? അത് ഞാനിത് പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ആ വീട്ടിൽ താമസമാണോ? താമസമാണ്. ഇപ്പൊ അത് ശരിക്കും പറഞ്ഞ വീട് താഴ്ന്നതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടലും വല്ലതും ഉണ്ടോ വീടിന്? ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇത് മൊത്തത്തിൽ വീട് കൊണ്ടങ്ങ് ഒന്നങ്ങ് ഇരുന്നു പോയി, മൊത്തത്തിൽ അങ്ങ് ഇരുന്നു പോയി അല്ലേ? ഇതിന് ഇപ്പൊ നമുക്ക് അതിനകത്ത് വേറെ ഒരു എഞ്ചിനീയർ നമുക്ക് നല്ലൊരു സംവിധാനമുണ്ട്. ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാന്നുള്ള ഒരു പ്രക്രിയയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുവന്ന താഴ്ന്ന സ്ഥലം പൊട്ടലൊക്കെ വിഴുന്നിട്ടുണ്ട്, താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതിനെ അതിൻ്റെ ആ സോയിൽ സ്റ്റെബിലൈസ് ചെയ്യുക. അതിനെ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് സിമെൻറ്റ് കൊണ്ട് പമ്പ് ചെയ്ത് ഇഞ്ചെക്റ്റ് ചെയ്ത് അവിടെ ഒരു റോക്ക് പോലെ ആക്കി പിന്നെ ഇത് താഴത്തില്ല. ആ രീതിയിലുള്ള ഒരു സംവിധാനമുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വിളിച്ചാൽ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അങ്ങനെ ഒരുപാട് വീടുകൾ കൊണ്ട് ഇരുന്ന വീടുകളെല്ലാം നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ എനിക്ക് കഴിയും. അത് വളരെ ഒരു ഇതാണ്. എന്നെ വിളിച്ചാൽ മതി, ഞാൻ അതിൻ്റെ പറഞ്ഞുതരാം. ഇപ്പൊ താങ്കൾ കാണുന്ന സ്ക്രീനിൽ സാറിന് നമ്പർ ഉണ്ട്, നോട്ട് ചെയ്തോ. ഈ പരിപാടി 1:30 കഴിഞ്ഞ ശേഷം സാറിനെ വിളിക്കുക. അതുപോലെ മെയിൽ ID എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ പറയാം, vastubavanam@gmail.com കിട്ടിയായിരുന്നു. അതിലോട്ട് ഇതിന്റെ ഒരു ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സാറിന് അയക്കുക. ദെൻ യു കൺസൾട്ട് വിത്ത് അർജുൻ സാർ. ഓക്കെ, ഇത് അതെ അതിൻ്റെ ചെയ്തിരും സാർ. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. പ്ലീസ് സ്റ്റേ വിത്ത് us. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം തിരുവനന്തപുരം നഗരിയിൽ വാസ്തുശാസ്ത്ര വിധി പ്രകാരം പണി കഴിപ്പിച്ചിട്ടുള്ള 1700-നും 2500 സ്ക്വയർ ഫീറ്റിനും മധ്യേയുള്ള വീടുകൾ ഉടൻ വിൽപ്പനയ്ക്ക്. തിരുവനന്തപുരം ഇൻഫോസിസിന് സമീപവും പോത്തൻകോടും. ഉടൻ വിളിക്കുക അർജുൻ വാസ്തു ബിൽഡേഴ്സ്. ഫോൺ 8281550000 9037556787. 25-ലധികം വർഷത്തെ സേവന പാരമ്പര്യമുള്ള സരസ്വതി എന്റർപ്രൈസസിൽ സെറ സ്റ്റൈൽ ഗാലറി. Serra reflects your style. Voted Product of the Year, Serra. സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, ട്രിവാൻഡ്രം. ചരിത്രമുറങ്ങുന്ന അനന്തപുരിയുടെ പരിശുദ്ധ മണ്ണിൽ APN ടീക്ക് ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്കായി. നിലമ്പൂർ തേക്കിന് വെല്ലുന്ന കരുത്തും ഞങ്ങളുടെ കരവിരുതും ഇനി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളിലും ഓഫീസുകളിലും. 10 വർഷം വാറന്റിയുള്ള ജർമ്മൻ പോളിഷിനാൽ ഫിനിഷ് ചെയ്ത A+ ഗ്രേഡ് ടീക്ക് വുഡുകൾക്ക് ലൈഫ് ടൈം വാറന്റി. APN ടീക്ക് ലൈഫ് സ്റ്റൈലിൽ അനന്തപുരിയിൽ ടീക്ക് ഫർണിച്ചറുകൾക്ക് മാത്രമായി ഒരേയൊരു ലൈഫ് സ്റ്റൈൽ ഷോറൂം, APN ടീക്ക് ലൈഫ് സ്റ്റൈൽ ഷോറൂം. APN ടീക്ക് ലൈഫ് സ്റ്റൈൽ, ന്യൂ കാരക്ക മണ്ഡപം, തിരുവനന്തപുരം.
അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. വെൽക്കം ബാക്ക് ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം എന്ന ഈ വളരെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. സാർ, ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഒരു എറണാകുളത്ത് ദിവ്യ മാഡം അതൊരു വളരെ ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഇതുവരെ പലയിടത്തും സംഭവിക്കുന്നതാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും പിന്നെ വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് വീട് പണിത് കഴിഞ്ഞിട്ട് കൊണ്ടിരിക്കുക, പൊട്ടൽ വീഴുക. അതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഇവിടെ ഒരു 30 കൊല്ലം പഴക്കമുള്ള വീടാണ്. അത് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ കൊണ്ടങ്ങ് ഇരിക്കുകയാണ് ചെയ്തതെന്ന് സംസാരത്തിന് മനസ്സിലായി. പക്ഷേ ഞാൻ ഇതിനെ വെച്ചും കൊണ്ട് ഞാൻ പ്രേക്ഷകർക്ക് ഒരു ഇത് കൊടുക്കാം. കാരണം ഇത്തരം ഇത് ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളൊരു വീട് പണിതു, അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഈ സോയിലിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ സാധാരണ വീട് വയ്ക്കുന്നവർക്ക് ഒരു 90%. കാരണം സാധാരണ ഓർഡിനറി ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അത് ചെയ്യുന്ന എവിടെയൊക്കെയാണ് വലിയ വൻകിട നിർമ്മാണങ്ങൾ, ഫ്ലാറ്റ്, കൊമേഴ്സ്യൽ ഇത് അവർ ആണെങ്കിൽ കറക്റ്റായിട്ട് സോയിൽ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഹൈറ്റ് അതിൻ്റെ പൈലിങ് എത്ര ഡെപ്തിൽ പോകണം, അത് എത്ര സ്ട്രെങ്ത് കൊടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പറയും. പക്ഷെ ഒരു വീട് വയ്ക്കുന്ന നോർമലായിട്ട് ഒരു സോയിൽ ടെസ്റ്റ് നോക്കാറില്ല. അത് പ്രാദേശികമായിട്ട് നമ്മളൊരു കൺസ്ട്രക്ഷനിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിനൊരു എക്സ്പെർട്ട് ഒന്ന് ചിലപ്പോൾ അവർക്ക് കിട്ടിയെന്ന് വരില്ല. ഇവരെന്ത് ചെയ്യും, ഒരു സാധാരണ ഫൗണ്ടേഷനൊക്കെ ഇട്ട് വീട് പണിത് കഴിയുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു ഭാഗം ചതുപോലെ വെള്ളക്കെട്ട് വരികയോ ഒക്കെ ചെയ്ത് അവിടെ കൊണ്ടങ്ങിയിരിക്കും. അപ്പോൾ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ ആകപ്പാട് ആ പ്രദേശം ആ ഒരു മൊത്തത്തിൽ പൊട്ടി, അല്ലെങ്കിൽ ആ ഫ്ലോർ കൊണ്ട് താന്നു, അല്ലെങ്കിൽ വിള്ളൽ വീഴുന്നു. ഇങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട്. അതിനിപ്പോൾ വളരെ വിദഗ്ധമായ രീതിയിൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും. അതിനെന്ന് പറഞ്ഞാൽ സോയിൽ സ്റ്റെബിലൈസേഷൻ. അത് ചെയ്യുന്ന സോയിൽ സ്റ്റെബിലൈസേഷൻ അതിനങ്ങനെ അനക്കാതെ വെക്കുക. അനക്കാതെ അങ്ങനെ വെച്ചിട്ട് ഇതിനെ നമ്മൾ ഈ പിന്നെ ഗ്രൗട്ട്, സിമെന്റ് ഗ്രൗട്ട് ഉണ്ട്, പ്രഷർ പമ്പും ഉണ്ട്, പ്രത്യേക സംവിധാനമുണ്ട്, അതിന്റെ എക്സ്പെർട്ട് ടീമും ഉണ്ട്. അവരെ വിളിച്ച് കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ആ ഭാഗം അവർ കറക്റ്റായിട്ട് ഇൻജക്ട് ചെയ്ത് ഈ ഇതിനെ അവിടെ ഒരു ഗ്രൗട്ട് ഫില്ല് ചെയ്ത് ഒരു പാറ റോക്കിന്റെ ഷേപ്പ് ആക്കി എടുക്കുക. പിന്നെ അനങ്ങത്തില്ല. അത് ശരി. അത് അങ്ങനെ നിർത്തിക്കൊണ്ട് അതിനെ അങ്ങ് സ്റ്റെബിലൈസ് ചെയ്ത് ആ ബിൽഡിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യുക. അപ്പോൾ പിന്നെ അതിനകത്ത് പൊട്ടലുള്ള ക്രാക്കുള്ള ഭാഗത്തിനെയൊക്കെ നമ്മൾ പ്രഷർ പമ്പ് ഉപയോഗിച്ച് അത് ഫില്ല് ചെയ്ത് പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്ത പക്കയായി. അത് ശരി. അങ്ങനെ സംവിധാനം ഉണ്ട് ഇപ്പോൾ. ധാരാളം വീടുകളിൽ അത് അറിവില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്താൽ അവർക്ക് അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. ആ ടീമിനെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അവരുടെ ഏറ്റവും വലിയ ഒരു മനപ്രയാസം മാറി കിട്ടുകയും ചെയ്യും. അതെ, മാത്രമല്ല ദിവസം പേടിയായിരിക്കും. കാര്യം ഇങ്ങനെയുള്ളൊരു താഴ്ന്നു കിടക്കുന്ന വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാലേ ശരിക്കൊരു പേടിയായിരിക്കും. നല്ലൊരു ചോദ്യമാണ്. ഇതുവരെ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് ഈ വാസ്തുവുമായിട്ട് കണക്ട് ചെയ്ത് ഏത് കാര്യങ്ങൾ സംശയം ചോദിച്ചാലും നമുക്ക് അതിനകത്ത് അവരെ സഹായിക്കാൻ പറ്റും. സാർ, നമ്മൾ നിർത്തി ധാരാളം കോളുകൾ വന്നു കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ക്രിസ്തുവിന് 4000 കൊല്ലത്തിന് മുന്നേ പഴക്കമുള്ള ഒരു ശാസ്ത്ര പിന്നെ ശാഖയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നും അനുകരിക്കുന്നത്. അത് അനുകരിക്കുമ്പോൾ നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് നോക്കണം. 21ാം നൂറ്റാണ്ട് കഴിഞ്ഞ ജീവിതത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ജീവിത രീതിയും ആയിട്ട് ബന്ധപ്പെടുത്തി അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന നല്ല കാര്യങ്ങളെടുത്ത് ഉൾക്കൊള്ളുകയും അല്ലാത്തതിന് അതിൻ്റെ വഴിക്ക് അങ്ങ് വിടുന്നതാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അപ്പോൾ നമുക്ക് ഇതിനെ കൂടുതൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദമായിട്ട് ഈ ശാസ്ത്രത്തെക്കുറിച്ചും ആ ബുക്കുകളെക്കുറിച്ചും ആരൊക്കെ എഴുതിയതെന്നും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ വളരെ നന്ദിയുണ്ട്. കാരണം സാറ് നമുക്ക് ധാരാളം അതായത് ഒരു നിലം വാങ്ങുന്നത് മുതൽ വീടിൻ്റെ കൺസ്ട്രക്ഷൻ വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമയപരിധിക്ക് നിന്നുകൊണ്ട് സാർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. എല്ലാ മാന്യപ്രേക്ഷകർ അത് കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട് വാങ്ങുമ്പോൾ മുതൽ നിങ്ങൾ ഗൃഹനിർമ്മാണം തുടങ്ങുന്നതിന് മുന്നേ സ്ഥലം വാങ്ങുമ്പോൾ തന്നെ എന്ത് സംശയമുണ്ടെങ്കിലും, കാരണം വാസ്തുശാസ്ത്രപരമായിട്ട് നിങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു എനിക്ക് തോന്നുന്നു വാസ്തുവിദ്യയെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ചോദിക്കാം. കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് സംശയം, അതായത് നിങ്ങളൊരു വീട് വെക്കുന്ന ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞ മാതിരി വളരെ വിദഗ്ധമായ ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ നമ്പർ ഉണ്ട്, ഞങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ നമ്പർ വിളിച്ചറിയിക്കുക. 9895660488. അതുമല്ലെങ്കിൽ സാറിൻ്റെ ഫോൺ നമ്പർ ഇവിടെ ഏകദേശം 1 മണിക്കൂറിന് സ്ക്രീനിൽ വരുന്നുണ്ട്. ഇതിൽ വിളിക്കാം. അതോടൊപ്പം തന്നെ ഈ പരിപാടി തുറന്ന് കാണുക. ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി നോട്ട് ചെയ്തുകൊള്ളുക, vastuBhavanam@gmail.com. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈൻ സാറിന് അയച്ചു കൊടുക്കുക. അദ്ദേഹം അതിന് എപ്പിസോഡ് കൂടെ മറുപടി പറഞ്ഞിരിക്കും. ഓക്കെ, സോ വിളിച്ച എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്ത വ്യാഴാഴ്ച ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.